സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഈ ചിത്രം കണ്ടോ? ബ്രസീൽ പ്രസിഡന്റ് ലുല കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുടെ നെറുകയിൽ ചുംബിക്കുന്ന ചിത്രമാണ്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യ തന്നെയാണെന്ന് പെട്രോ UN വേദിയിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല, ട്രംപ് ഗാസയിലെ വംശഹത്യയിൽ പങ്കാളിയാണ് എന്നുള്ള രൂക്ഷമായ പ്രതികരണവും പെട്രോ നടത്തിയിരുന്നു. അതിനുള്ള തന്റെ ഐക്യദാർഢ്യം അല്ലെങ്കിൽ സ്നേഹം അത് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ലുലയുടെ ഈ ചുംബനം. സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ ചിത്രം. ഇസ്രയേലിന്റെയും ട്രംപിന്റെയും കടുത്ത വിമർശകനാണ് ഇടതുപക്ഷ നേതാവായ പെട്രോ. ആ രീതിയിൽ നേരത്തെ തന്നെ ട്രംപിന്റെ നോട്ടപ്പുള്ളിയാണ് പെട്രോ എന്ന് പറയാം. ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ ഒരിക്കൽ പോലും തല കുനിക്കാത്ത നേതാവാണ് പെട്രോ. ഗാസയിലെ ഇസ്രയേൽ ക്രൂരതയിൽ പ്രതിഷേധിച്ച് ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം അദ്ദേഹം റദ്ദാക്കിയിരുന്നു. മാത്രമല്ല, ഇസ്രയേലിൽ നിന്നുള്ള ആയുധ ഇറക്കുമതിയും നിർത്തിയിരുന്നു. ഒപ്പം ഇസ്രയേലിലേക്കുള്ള കൽക്കരി കയറ്റുമതിയും പൂർണ്ണമായും അദ്ദേഹം നിരോധിച്ചിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഒരു ട്വിസ്റ്റ് കൂടി സംഭവിച്ചിരിക്കുകയാണ്. അതിലേക്ക് വരാം. കൊളംബിയൻ പ്രസിഡന്റിന്റെ UN പ്രസംഗവും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളിലൂടെയുമാണ് ഈ വീഡിയോ കടന്നു പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ UN വേദിയിലെ പെട്രോയുടെ പ്രസംഗം തന്നെ ട്രംപിനെയും നെതന്യാഹുവിനെയും തീർത്തും പ്രകോപിപ്പിക്കുന്നതാണ്. അതിനിടയ്ക്ക് UN വേദിക്ക് പുറത്തും പെട്രോ ഈ വിമർശനം തുടർന്നു. ഇതോടെ പെട്രോയ്ക്കെതിരെ പ്രതികാര നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. പലസ്തീൻ പ്രതിഷേധത്തിൽ പങ്കെടുത്ത പെട്രോ ട്രംപിനെതിരെ സംസാരിച്ചു എന്ന പേരിൽ അദ്ദേഹത്തിന്റെ അമേരിക്കൻ വിസ തന്നെ റദ്ദാക്കിയിരിക്കുകയാണ് ട്രംപ് സർക്കാർ. നെതന്യാഹു UN പ്രസംഗിച്ചപ്പോൾ വേദിക്ക് പുറത്ത് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. പലസ്തീൻ അനുകൂല പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഈ പ്രതിഷേധത്തിൽ പെട്രോ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്: US സൈന്യത്തിലെ എല്ലാ സൈനികരും മനുഷ്യരാശിയുടെ നേർക്ക് തോക്കുകൾ ചൂണ്ടരുത്. ട്രംപിന്റെ ഉത്തരവുകൾ അനുസരിക്കരുത്. മനുഷ്യരാശിയുടെ ഉത്തരവുകൾ അനുസരിക്കുക. ഇതാണ് പെട്രോ പറഞ്ഞ വാക്കുകളായി പ്രചരിക്കപ്പെടുന്നത്. ഇത് ട്രംപിനോടുള്ള അവഹേളനമാണ്, അക്രമത്തിനുള്ള പ്രോത്സാഹനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പെട്രോയുടെ വിസ റദ്ദാക്കിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇതിനകം അമേരിക്ക വിട്ട് കൊളംബിയയിലേക്ക് പോയി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ UN വേദിക്ക് പുറത്തെ പ്രസംഗമല്ല, UN വേദിയിലെ വംശഹത്യാ പരാമർശം തന്നെയാണ് വിസ റദ്ദാക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. അത്ര രൂക്ഷമായ വിമർശനമാണ് പെട്രോ പലസ്തീനു വേണ്ടി ഇസ്രയേലിനെതിരെയും അമേരിക്കക്കെതിരെയും UN നടത്തിയത്. ആ പ്രസംഗം മലയാളത്തിലാക്കി അവതരിപ്പിക്കുകയാണ് പേജ് 10 സ്റ്റോറീസ്. കേട്ടിരിക്കേണ്ട പ്രസംഗം തന്നെയാണ് പെട്രോ UN നടത്തിയത് എന്ന് തന്നെ പറയാം. പലസ്തീനൊപ്പം എത്ര വ്യക്തമായ നിലപാടുകളുമായാണ് പെട്രോ നിലയുറപ്പിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലസ്തീൻ സ്വതന്ത്രമാക്കുക, ഗാസ വീണാൽ മനുഷ്യത്വം മരിക്കും. പെട്രോ ഒരു പോസ്റ്റിൽ പറയുന്നത് അങ്ങനെയാണ്. അത്രത്തോളം പലസ്തീനുമായി ചേർന്ന് നിൽക്കുന്ന മനുഷ്യനാണ് പെട്രോ. അപ്പോഴും അദ്ദേഹം ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളെ ശക്തമായി തള്ളിപ്പറയുന്നുമുണ്ട്. നമുക്ക് ഗുസ്താവോ പെട്രോയുടെ UN പ്രസംഗത്തിലേക്ക് പോകാം. ആദ്യം കൊളംബിയയുടെ ചില സാഹചര്യങ്ങളുമായി പലസ്തീനെ താരതമ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത്. പലസ്തീന് വേണ്ടിയാണ് പ്രസംഗത്തിന്റെ ഭൂരിഭാഗവും അദ്ദേഹം നീക്കിവെച്ചിരിക്കുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പ്രസംഗത്തിലൂടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിലൊന്ന്, ഗാസയിലേത് വംശഹത്യ തന്നെയാണ്, അത് അവസാനിപ്പിക്കുക. 2, പലസ്തീനെ ഇസ്രയേലിൽ നിന്ന് രക്ഷിക്കാൻ സമാധാന സേന ഉണ്ടാക്കണം. മറ്റൊന്ന്, UN സെക്യൂരിറ്റി കൗൺസിലിന്റെ വീറ്റോ അധികാരം എടുത്തു കളയണം. UN സെക്യൂരിറ്റി കൗൺസിലിൽ 5 രാജ്യങ്ങൾക്കുള്ള വീറ്റോ അധികാരം എടുത്തു കളയണം. പെട്രോയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. പ്രിയപ്പെട്ട പ്രതിനിധികളെ, UN വേദിയിൽ നിന്നുള്ള എൻ്റെ 4ാമത്തെ പ്രസംഗമാണ് ഇത്. എൻ്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ ഗാസയിലും പലസ്തീനിലും സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു സമാധാന സമ്മേളനം നടത്തണമെന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ബോംബുകളോ വലിയ ബജറ്റുകളോ ഇല്ലാത്തവരുടെ വാക്കുകൾക്ക് ഇവിടെ വിലയില്ലല്ലോ, അല്ലെങ്കിൽ ആ വാക്കുകൾ ഇവിടെ ആരും ശ്രദ്ധിക്കാറില്ലല്ലോ. 4 വർഷങ്ങൾക്ക് ശേഷം പലസ്തീനിൽ ഭീകരമായ സാഹചര്യം ഉണ്ടായി. ഒപ്പം കരീബിയൻ പ്രദേശത്ത് നിരായുധരായ യുവാക്കൾക്ക് നേരെ മിസൈലുകൾ പ്രയോഗിക്കപ്പെടുന്ന സ്ഥിതി വരെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആഗോള ശിലായുഗത്തിലേക്ക് തിരിച്ചുപോയിരിക്കുന്നു. കരീബിയൻ കടലിൽ 17 നിരായുധ യുവാക്കൾക്ക് നേരെ മിസൈലുകൾ. ഗാസയിൽ 70,000-ഓളം പേർ കൊല്ലപ്പെട്ട സ്ഥിതി. കോടിക്കണക്കിന് കുടിയേറ്റക്കാരുടെ പീഡനവും നാടുകടത്തലും. കാലാവസ്ഥാ പ്രതിസന്ധിയിൽ നടപടിയെടുക്കാത്തത്. ഇവയെല്ലാം ഒരേ കാരണത്താൽ ബന്ധപ്പെട്ടിരിക്കുന്നു. കുടിയേറ്റം ഒരു ഒഴിവ് കഴിവാണ്. സമ്പന്നരും വെളുത്തതും വംശീയതയുള്ളതുമായ ഒരു സമൂഹം തങ്ങളെ ഉന്നത വംശമായി കരുതുന്നു. അവരുടെ നേതാക്കൾ അവരെ നാശത്തിലേക്ക് നയിക്കുന്നു. കരീബിയൻ കടലിൽ മയക്കുമരുന്ന് കടത്ത് തടയാൻ മിസൈലുകൾ പ്രയോഗിച്ചു എന്നാണ് അവർ പറയുന്നത്. കരീബിയനിൽ കൊല്ലപ്പെട്ട യുവാക്കൾ ഹമാസിലോ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളിലോ ഉള്ളവരല്ല.
ദരിദ്രരായ കൊളംബിയക്കാർ മാത്രമാണ്. ഐക്യരാഷ്ട്രസഭയെ ആധിപത്യം ചെയ്യുന്നവർക്ക് മുന്നിൽ ക്ഷമാപണത്തോടെ പറയട്ടെ, ഈ യുവാക്കൾക്ക് നേരെ മിസൈലുകൾ വിട്ട US ഉദ്യോഗസ്ഥർക്കെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്യണം. അവർ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവരാണ്. ആര്? ഈ യുവാക്കൾ. ട്രംപ് കരീബിയൻ യുവാക്കൾക്ക് നേരെ മിസൈലുകൾ വിടുക മാത്രമല്ല ചെയ്തത്, കുടിയേറ്റക്കാരെ തടവിലാക്കുകയും ഗാസയിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും വൃദ്ധർക്കും നേരെ മിസൈലുകൾ വിടാൻ അനുവാദം നൽകുകയും ചെയ്തു. അയാൾ വംശഹത്യയുടെ കൂട്ടുപ്രതിയാണ്. ഈ വേദി ഗാസയിലെ വംശഹത്യയുടെ നിശബ്ദ സാക്ഷിയാണ്. ഇവിടെ ജീവനെക്കുറിച്ചോ കാലാവസ്ഥാ പ്രതിസന്ധിയെക്കുറിച്ചോ സംസാരിക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നില്ല. 1933 ജർമ്മനി അജ്ഞതയിലേക്ക് വീണതുപോലെ ഇന്ന് അമേരിക്ക അജ്ഞതയിലേക്ക് പോകുന്നു. ഗാസയിലെ വംശഹത്യ നിർത്തണം. ഒരു ദിവസം പോലും ഇത് തുടരാൻ അനുവദിക്കരുത്. നെതന്യാഹുവിന്റെയും അയാളുടെ യൂറോപ്പിലെയും US-ലെയും സഖ്യകക്ഷികളുടെയും പ്രവർത്തികൾ അനുവദിക്കരുത്. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ തീരുമാനങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഗാസയിൽ നയതന്ത്രം പരാജയപ്പെട്ടു. എല്ലാ ദിവസവും എല്ലാ മിനിറ്റിലും കുട്ടികളുടെ ശരീരങ്ങൾ മിസൈലുകൾ തകർക്കുന്നു. സെക്യൂരിറ്റി കൗൺസിലിൽ റെസല്യൂഷനുകൾ വീറ്റോ ചെയ്യപ്പെടുന്നു. ജനറൽ അസംബ്ലിയിൽ ഒരു വോട്ട് വേണം, സെക്യൂരിറ്റി കൗൺസിലല്ല, കാരണം അവിടെ വീറ്റോ ഉണ്ട്. പലസ്തീനായി ഐക്യപ്പെട്ട് സമാധാന സേന സ്ഥാപിക്കണം. വംശഹത്യ അംഗീകരിക്കാത്ത രാജ്യങ്ങളുടെ ശക്തമായ സൈന്യം വേണം. ഞാൻ ലോകത്തിലെ രാജ്യങ്ങളെയും ജനതയെയും ക്ഷണിക്കുന്നു. ഏഷ്യയിലെ ജനങ്ങളെ, ഹിറ്റ്ലറെ തോൽപ്പിച്ച സ്ലാവിക് ജനതകളെ, ബൊളിവറിന്റെ ലാറ്റിൻ അമേരിക്കൻ ജനതയെയും ഞാൻ ക്ഷണിക്കുകയാണ്. പലസ്തീനികളെ സംരക്ഷിക്കാൻ ആയുധങ്ങളും സൈന്യവുമായി നമ്മൾ ഒന്നിക്കണം. വാഷിംഗ്ടണും നാറ്റോയും ജനാധിപത്യത്തെ കൊല്ലുകയാണ്. ആഗോളതലത്തിൽ സമ്പൂർണ്ണ ആധിപത്യം പരത്തുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ ചുവന്ന കൊടിയും മരണത്തിന്റെ കറുത്ത കൊടിയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും വെളുത്ത കൊടിയും നമ്മൾ ഉയർത്തണം. US ജനാധിപത്യം പഠിപ്പിക്കുന്നില്ല, മറിച്ച് അതിനെ നശിപ്പിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ മാറണം. ഗാസയിലെ വംശഹത്യ നിർത്താൻ വിമോചനത്തിന്റെയും രക്ഷയുടെയും സൈന്യം വരണം. ജനറൽ അസംബ്ലിയിൽ വീറ്റോ ഇല്ലാതെ ഇതിനായി നമ്മൾ തീരുമാനമെടുക്കണം. വീറ്റോ ഇല്ലാത്ത പുതിയ സെക്യൂരിറ്റി കൗൺസിൽ രൂപീകരിക്കണം. ആഗോള ദേശീയ സാമ്പത്തിക വ്യവസ്ഥ ജനകേന്ദ്രീകൃതമായ മൂലധനത്തെ അടിസ്ഥാനമാക്കണം. ഈ മനുഷ്യരാശി ജനാധിപത്യപരവും സ്വതന്ത്രവുമായിരിക്കണം. ശാസ്ത്രത്താൽ പ്രകാശിതമായ മനുഷ്യബുദ്ധി ജീവനെ രക്ഷിക്കുക മാത്രമല്ല, നക്ഷത്രങ്ങളിലേക്ക് ജീവനെ വ്യാപിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പെട്രോ തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. നിറഞ്ഞ കയ്യടിയോടെയാണ് പെട്രോയുടെ പ്രസംഗത്തെ UN-ൽ ഉണ്ടായിരുന്ന ആ ഹാളിൽ ഉണ്ടായിരുന്നവർ സ്വീകരിച്ചത്. ട്രംപിനെയും നെതന്യാഹുവിനെയും അതിരൂക്ഷമായ ഭാഷയിൽ വൈകാരികമായി തന്നെയാണ് പെട്രോ വിമർശിക്കുന്നത്. ഒപ്പം ലാറ്റിൻ അമേരിക്കൻ ജനത അമേരിക്കയിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന പീഡനങ്ങളും ക്രൂരതകളും എടുത്തു പറഞ്ഞുകൊണ്ട് ലാറ്റിൻ അമേരിക്കയിലെ ഇടത് രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിക്കുകയും പെട്രോ ചെയ്യുന്നുണ്ട്. പെട്രോയ്ക്ക് ചുംബനം നൽകുന്ന ലുലയുടെ ചിത്രം കണ്ട് പലരും പറഞ്ഞത് ആരും സ്നേഹ ചുംബനം നൽകിപ്പോകുന്ന പ്രസംഗം എന്നാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമന്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.